മക്കൾസ്, നമുക്ക് ഹിന്ദിയിൽ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് മക്കളെ ദോഹെ, അതായത് മധുർ വചൻ എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. 3 മഹാന്മാരുടെ കബീർദാസിൻ്റെയും തുളസിദാസിൻ്റെയും റഹീമിൻ്റെയും മധുരമായ വചനങ്ങൾ എന്ന പേരിൽ നമ്മൾ ദോഹെ പഠിക്കുന്നു. ഈ ദോഹയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് സമാനാർത്ഥ് ലിഖെ എന്നാണ്. കബീർദാസും തുളസിദാസും അതുപോലെ തന്നെ റഹീമൊക്കെ അക്കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച ഹിന്ദി ഇന്നത്തെ ആധുനിക ഹിന്ദിയിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഏത് അർത്ഥത്തിനാണ് അന്നത്തെ ആ രീതിയിലുള്ള ഹിന്ദി ഉപയോഗിച്ചത് എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ സമാനാർത്ഥ ശബ്ദ് കോൺസാഹി എന്ന് ചോദിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ മാർക്കൊന്നും നഷ്ടമാവരുത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അതിൽ പഠിക്കേണ്ടത് നമുക്ക് ബാണി നോക്കൂ മക്കളെ, നിങ്ങൾ ഇതിനകത്ത് കാണാം, നിങ്ങൾക്ക് ബാണി എന്ന് കബീർ ഒക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ബാണി എന്നുള്ളത് വാണി എന്ന ഇന്നത്തെ അർത്ഥമാണ് ഉദ്ദേശിച്ചത്, വാക്ക് എന്നാണ്. ഓക്കെ, അടുത്തത് ആപ്പ എന്ന് പറഞ്ഞാൽ അഹംഭാവമാണ്, അഹങ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ശീതൾ എന്ന് ഉദ്ദേശിച്ചത് ഇന്നത്തെ രീതിയിലുള്ള ശീതളാണ്, ശീതളമായ എന്നാണ് അർത്ഥം. തീനി എന്ന് ദോഹയിൽ ഉപയോഗിച്ചിരിക്കുന്നു, അതിനെ തീനോം എന്ന് മൂവരും എന്നാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. നാസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു, അതിനെ നാശ്, നാശം എന്നാണ് അർത്ഥം. തോരോ എന്ന് ദോഹയിൽ ഉപയോഗിച്ചിരിക്കുന്നു, അതിന് തോടോ എന്ന് പൊട്ടിക്കൂ എന്നാണ് അർത്ഥം. ജുരേ എന്ന് ദോഹയിൽ ഉപയോഗിച്ചിരിക്കുന്നു, അതിന് ഇന്നത്തെ രീതിയിൽ ഹിന്ദിയിൽ ജുഡേ, ചേർക്കുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ആസ് എന്ന് ദോഹയിൽ ഉപയോഗിച്ച് കാണും, അത് നമുക്ക് ആശ എന്നും ആഗ്രഹം എന്നുമാണ് അർത്ഥം. ഓക്കെ, അതുപോലെ നമുക്ക് ഗട്ട് എന്ന് ദോഹയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം ശരീർ എന്ന്, ശരീരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് ഔരൻകോ എന്ന് ദോഹയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഔരോംകോ എന്ന്, മറ്റുള്ളവർക്ക് എന്ന അർത്ഥത്തിനാണ് ഉദ്ദേശിച്ചത്. അടുത്ത് ഗഹീരഹെ എന്നുള്ളത് ഗ്രഹൺ കരയെ സ്വീകരിക്കൂ എന്നാണ് ഉദ്ദേശിച്ചത്. അടുത്ത ടൂട്ടേപ്പൈ എന്നുള്ളതിന് ടൂട്ടനേപ്പർ പൊട്ടിപ്പോയാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ന ജുരേ എന്ന് പറഞ്ഞാൽ നെഹി ജുഡ്താഹെ ചേരുന്നില്ല എന്നാണ് അർത്ഥം. അടുത്ത പരീജ എന്ന് ദോഹയിൽ ഉപയോഗിച്ചത് പഡ് ജാത്താഹെ എന്ന അർത്ഥം ഉണ്ടാവുന്നു എന്നാണ്. അടുത്ത ചഡ്കായ് എന്ന ദോഹയിലെ വാക്കിന് ചഡ്കേസെ എന്നാണ് ഉദ്ദേശിച്ചത്, അഥവാ പെട്ടെന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ വാക്കുകൾ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഏത് ദോഹ വന്നു കഴിഞ്ഞാലും ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടി വരുമ്പോഴും അതിൻ്റെ അർത്ഥം എന്താണെന്ന് പെട്ടെന്ന് ഓർമ്മ വരണമെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള ഹിന്ദി അല്ല അതിൽ കാണുന്നതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ബോധം വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്ക് നമുക്ക് സ്വന്തമാക്കാം. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.